ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് റോഷ്ന. പിന്നെ നിങ്ങളോട് എനിക്ക് ഒരു എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം കൂടെ പറയാനുണ്ട്. ഈ ഒരു റെസിപ്പി യൂട്യൂബിൽ ആദ്യമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഞാനാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സെർച്ച് ചെയ്ത് നോക്കാം. ഉണക്കമീൻ കൊടുമ്പുളി സെപ്പറേറ്റ് ആയിട്ടൊക്കെ ഒരുപാട് റെസിപ്പീസ് ഉണ്ട്, പക്ഷേ ഒന്നിച്ചൊരു റെസിപ്പി ഞാനാണ് ആദ്യമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അമ്മയാണ് ഹെൽപ്പ് ചെയ്തത്. എൻ്റെ അമ്മയുടെ റെസിപ്പി തന്നെയാണ്. അപ്പം ക്രെഡിറ്റ് മൊത്തം എൻ്റെ അമ്മയ്ക്കുള്ളതാണ്. ഇവിടെ അസല് മഴ പെയ്തുകൊണ്ടിരിക്കാൻ നിങ്ങൾക്ക് കാണാം. അതുകൊണ്ട് തന്നെ ഒറിജിനൽ ഓഡിയോസ് ഒന്നും ഉണ്ടാവില്ല, വോയിസ് ഓവർ തന്നെയായിരിക്കും. അപ്പോൾ നമുക്ക് പരിപാടി തുടങ്ങിയാലോ. നിങ്ങൾ ആദ്യം ഈ ഒരു അച്ചാറിൻ്റെ പ്രോസസ്സ് ഉണ്ടല്ലോ, അത് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായി കുറച്ച് കാര്യങ്ങൾ ചെയ്തു വെക്കാനുണ്ട്. അതായിരിക്കും ഞങ്ങൾ ആദ്യം കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഉണക്കമീൻ്റെ തലയും വാലും നന്നായിട്ട് കട്ട് ചെയ്ത് മാറ്റുക. ഇതേപോലെ ആക്കിയെടുക്കുക. ചിലർ ഈ തലയും വാലും ഒന്നും എടുത്ത് മാറ്റില്ല, പക്ഷെ അങ്ങനെ ചെയ്യരുത്. അറ്റ്ലീസ്റ്റ് തലയെങ്കിലും നിങ്ങൾ കട്ട് ചെയ്ത് മാറ്റണം മീനിൻ്റെ. ഇല്ലെങ്കിൽ വല്ലാത്തൊരു ടേസ്റ്റും മണമൊക്കെ ആയിരിക്കും, പിന്നെ നമുക്ക് കഴിക്കാൻ തോന്നില്ല. അതുകൊണ്ടാണ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് നല്ല വൃത്തിയായിട്ട് കഴുകുക എന്നുള്ളതാണ് നമ്മളെ മീൻ. അപ്പോൾ ആദ്യത്തെ വെള്ളമൊക്കെ കണ്ടോ, നല്ല മഞ്ഞ കളറായിരിക്കും. അത് നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആവുന്നവരെ നമ്മൾ നല്ല വൃത്തിയായിട്ട് കഴുകണം കേട്ടോ. അപ്പോൾ അമ്മ ഉണക്കമീൻ നന്നായിട്ട് കഴുകട്ടെ. അപ്പോഴത്തേക്ക് നിങ്ങൾക്കൊരു കാര്യം കാണിച്ചു തരാം. ഇന്ന് നമുക്കിവിടെ കിട്ടിയ പച്ചമീനാണ്. ഇതിൻ്റെ പേര് ചെമ്പാൻ എന്നാണ്. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നതെന്ന് അറിയില്ല. അപ്പം നമ്മുടെ മീനുകൾ സുന്ദരി കുട്ടികളായിട്ട് അസലായിട്ട് വൃത്തിയായിട്ട് കുളിച്ചിട്ട് വന്നിട്ടുണ്ട്. അതേപോലെ വെള്ളവും നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആവുന്നത് വരെ നിങ്ങൾ നല്ല വൃത്തിയായിട്ട് കഴുകാൻ നോക്കുക. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് പോവാം. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഒരു പാൻ ചൂടാക്കാൻ വയ്ക്കുക. അതിനുശേഷം നല്ല വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ഉണക്കമീൻ ഫ്രൈ ചെയ്യാൻ ഇട്ട് കൊടുക്കുക. ഓക്കെ. പിന്നെ ഉണക്കമീൻ ഞങ്ങൾ വീട്ടിൽ തന്നെ ഉണക്കിയതാണ് കേട്ടോ, പുറത്തുനിന്നൊന്നും വാങ്ങിച്ചതല്ല. കുറച്ച് അധികം വാങ്ങിച്ച ദിവസം ഞങ്ങൾ ഉണക്കി വെച്ചതാണ്. പിന്നെ ഇതാ ഇതിൽ അമ്മ കുറച്ച് മഞ്ഞൾ ഇട്ടിട്ടുണ്ട്, വേറെ ഒന്നും ഇട്ടിട്ടില്ല. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഞാൻ പറഞ്ഞു തരുമ്പോഴത്തേക്ക് അമ്മ അച്ചാർ ഉണ്ടാക്കി തീരുമെന്നാണ് തോന്നുന്നത്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക. ഒരുപാട് ഫ്രൈ ആവേണ്ട ആവശ്യമില്ല കേട്ടോ. പിന്നെ നെത്തോലി തന്നെ വേണമെന്നില്ല കേട്ടോ. വേറെ പച്ചമീനാണെങ്കിലും ഉണക്കമീനാണെങ്കിലും ഇതേപോലെ കുടംപുളി മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതേ സ്റ്റെപ്പ് ഫോളോ ചെയ്തിട്ട് അച്ചാർ ഉണ്ടാക്കാവുന്നതാണ്. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടേ ഫ്രൈ ചെയ്യാവുള്ളൂ കേട്ടോ. പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്യുക. അപ്പോൾ അത് നമ്മുടെ നെത്തോലി നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ആവശ്യത്തിന് ഫ്രൈ ആയിട്ടുണ്ട്. ഈ നമ്മുടെ അച്ചാറിന് ഇത്രയും ഫ്രൈ ആയാൽ മതി, ഒരുപാട് ഫ്രൈ ആവേണ്ട ആവശ്യമില്ല. ഇനി നമുക്കത് അവിടെ മാറ്റി വയ്ക്കാം. ഇനി നമ്മുടെ കുടംപുളി എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്. ആദ്യം നമ്മൾ കുറച്ച് വെള്ളം വെക്കണം. അത് നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം സ്റ്റവ് ഓഫ് ചെയ്യുക. എന്നിട്ട് നമ്മുടെ ഈ അരിഞ്ഞു വെച്ച കുടംപുളി ചൂടുവെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഒരു 10 മിനിറ്റോളം ഇങ്ങനെ അടച്ചു വയ്ക്കുക. 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഒരു പാൻ എടുത്ത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്യാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് നമ്മുടെ വെള്ളം പോകാൻ വേണ്ടിയിട്ട്, നമ്മൾ കുറച്ച് നേരം വെള്ളത്തിൽ വെച്ചതാണല്ലോ, ആ വെള്ളം ഒന്ന് പോകാൻ വേണ്ടി മാത്രം ഒന്ന് കുറച്ച് നേരം സോട്ട് ചെയ്തെടുക്കുക. ഈ കൊടുമ്പുളി ഞങ്ങൾക്ക് കൊണ്ടുതന്നത് അമ്മയുടെ ഒരു ഫ്രണ്ടാണ്. ഫ്രണ്ടിൻ്റെ പേര് സുഗത എന്നാണ്. ആ ചേച്ചിയാണ് ഞങ്ങൾക്ക് കൊണ്ടുവന്നത്. ആ ചേച്ചിയുടെ വീട്ടിലുണ്ടായ കൊടുമ്പുളിയാണ് ഇത്. ഫ്രഷ് ആയിട്ടുള്ള പഴുത്ത കൊടുമ്പുളിയാണിത്. ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് പോകാം. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഈ അച്ചാറിന് വേണ്ടി കുറച്ച് ടൊമാറ്റോ ജ്യൂസ് ആവശ്യമുണ്ട്, തക്കാളിയുടെ ജ്യൂസ് ആവശ്യമുണ്ട്. അപ്പോൾ കുറച്ച് വെള്ളം അമ്മ ഇവിടെ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നല്ല കഴുകി വൃത്തിയാക്കിയ തക്കാളി ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ടൊരു 30 സെക്കൻഡ്, മാക്സിമം 1 മിനിറ്റ് അടച്ചിട്ട് വേവിക്കുക. അപ്പോൾ നമ്മുടെ തക്കാളി ഇതേ നല്ല വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നോർമൽ വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. ജസ്റ്റ് നമുക്ക് പീൽ ചെയ്യുമ്പം പൊള്ളാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് നമ്മളത് നേരെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റും. ഇനി നമുക്ക് നമ്മുടെ തക്കാളീന് പീല് നല്ല ഈസി ആയിട്ട് ഇളക്കിയെടുക്കാം. അപ്പോൾ ഇതേപോലെ ഓരോന്നും അങ്ങനെ തന്നെ ചെയ്യാം. അപ്പോൾ എല്ലാ തക്കാളിനും തൊലിയൊക്കെ നന്നായിട്ട് ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ വലിയ കഷ്ണങ്ങളാണെങ്കിൽ ഇതേപോലെ 2-3 പീസാക്കിയിട്ട് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുക. ഒരുപാട് ജ്യൂസ് വേണമെന്നില്ല, എന്താ പറയുക, ഫുള്ള് ജ്യൂസായിട്ട് വരണമെന്നില്ല. കുറച്ച് ജ്യൂസും ഇതേപോലെ കഷ്ണങ്ങളായിന്ന് വെച്ചിട്ട് പ്രശ്നമൊന്നുമില്ല. അപ്പം ഇങ്ങനെ കിട്ടിയാൽ മതി. ഇനി നമുക്കത് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് പോകാം. ഇനി നമ്മൾ അച്ചാറിൻ്റെ മെയിൻ പ്രോസസ്സിലോട്ട് പോവുകയാണ്. നമ്മൾ അച്ചാറിൻ്റെ എന്താ പറയുക, സ്പൈസിനെസ്സും ഫ്ലേവറൊക്കെ കൂട്ടാനുള്ള കാര്യങ്ങളാണ് ഈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി മിക്സിയിൽ കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും കറിവേപ്പിലയും നന്നായിട്ട് ഇതേപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്.
ഇനി നമുക്ക് ഈ ഒരു മിക്സ്ചർ നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കണം. അതിനുവേണ്ടി അമ്മ ഒരു നാടൻ നമ്മൾ മൺചട്ടിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു. അത് ചൂടായപ്പോഴത്തേക്ക് വട്ടത്തിൽ അരിഞ്ഞു വെച്ച പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അത് നന്നായിട്ടൊന്ന് സോട്ടായി വരുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ മിക്സ്ചർ അതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതവിടെ നിന്ന് നന്നായിട്ട് സോട്ട് ആവട്ടെ. അടിയിൽ പിടിക്കാതെ നോക്കണം. ഇഞ്ചി വെളുത്തുള്ളി അതൊക്കെ അടിയിൽ പിടിക്കുന്നതാണ്, അതൊക്കെ ഒന്ന് സൂക്ഷിക്കുക. അപ്പോൾ നമ്മുടെ മിക്സ് നല്ല സോട്ടായി വന്നിട്ടുണ്ട്, കണ്ടോ. പിന്നെ ഒരു മെയിൻ സ്റ്റെപ്പ് പറയാനുണ്ട്. നമ്മുടെ വിനാഗിരി കുറച്ച് ചൂടാക്കണം. ഒരു ഇതേപോലെ ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് ഓഫ് ചെയ്യുക. എന്നിട്ട് തണുപ്പിച്ചിട്ട് വേണം നമ്മൾ അച്ചാറിനകത്തോട്ട് ഒഴിക്കാൻ. അപ്പോൾ നമ്മുടെ സോട്ടായ മിക്സ്ചറിനകത്തോട്ട് തക്കാളി ഒഴിക്കുക, തക്കാളിയുടെ ജ്യൂസ് ഒഴിക്കുക, നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. കണ്ടോ, നമ്മൾ അച്ചാറിൻ്റെ കളറൊക്കെ ഇങ്ങനെ മാറി മാറി വരുന്നുണ്ട്. അപ്പോൾ അതേ നമ്മുടെ ടൊമാറ്റോ ജ്യൂസും നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് 2 സ്പൂണ് ഉപ്പിട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് കുറച്ച് കായപ്പൊടിയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ക്ലിപ്പ് എൻ്റെ നിന്ന് ഡിലീറ്റ് ആയിപ്പോയി. ഇനി നമുക്ക് ഇതിലേക്ക് അച്ചാറ് പൊടി ഇട്ട് കൊടുക്കാം. ഇതിലിപ്പം 3 സ്പൂൺ അച്ചാറ് പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഒരു കളറിന് വേണ്ടിയിട്ട് കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ക്വാണ്ടിറ്റി ഒന്നും പറയാൻ എനിക്കറിയില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെടുക്കുന്നതും ഞാൻ എടുക്കുന്നതും ക്വാണ്ടിറ്റി ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ഞാൻ ഇത്ര എടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആകെ കൺഫ്യൂഷൻ ആവും. നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ അച്ചാറിൻ്റെ ഒരു മിക്സ്ചറിൻ്റെ ക്വാണ്ടിറ്റി ഉണ്ടല്ലോ, അതിനനുസരിച്ച് നിങ്ങൾ ഡിസൈഡ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുടംപുളിയും ഉണക്കമീനും നമ്മുടെ ഈ മിക്സ്ചറിനകത്തോട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക എന്നുള്ളതാണ്. അതിനുശേഷം നമ്മുടെ തണുപ്പിച്ച വിനാഗിരിയും ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം ഒരു 5 മിനിറ്റ് അങ്ങനെ തന്നെ ഇളക്കാതെ വയ്ക്കുക സ്റ്റൗവിൽ തന്നെ. 5 മിനിറ്റോളം ആ ഒരു മസാലയും വിനാഗിരിയൊക്കെ ഒന്ന് പിടിക്കാനുള്ള ഒരു സമയമാണ്. അതിനുശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അപ്പോൾ അതേ നമ്മൾ അടിപൊളി അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് തണുത്ത് വന്നതിന് ശേഷം നമുക്ക് ഒരു ഗ്ലാസ് ബോട്ടിലിനകത്തോട്ട് മാറ്റാം. അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഓടിച്ചാടി പോയി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ആൻഡ് ടേക്ക് കെയർ. പിന്നെ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.